ഹലോ ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് പ്രസൻ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട 1-2 ക്ലാസ്സുകൾ കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് കണ്ടിട്ട് മൂന്നാമത്തെ ക്ലാസ് കാണാൻ ശ്രമിക്കുക, എന്നാലേ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് അറിയാലോ. ബാക്കിയുള്ള മാക്സിമം കൂട്ടുകാരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണുക, ക്ലാസ് അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അസിസ്റ്റന്റ് പ്രസൻ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കേരളത്തിലെ ജയിലുകളും തിരുവിതാംകൂർ ജയിലുകൾ, മലബാർ ജയിലുകളൊക്കെ നമ്മൾ പഠിച്ചു. അതായത് ജയിലുകളുടെ ഹിസ്റ്ററി ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകളും കേരളത്തിലെ ഏതൊക്കെയാണ് ജയിലുകൾ ഉള്ളത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വേരിയസ് ജയിൽസ് ഇൻ കേരള ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ്, അതായത് നമ്മുടെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പഠിക്കണേ, കേട്ടോളൂ. 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെയും കരുതൽ തടവുകാരെയും സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെയും സിവിൽ ശിക്ഷ വിധിച്ചവരെയും സുരക്ഷാ കാരണങ്ങളാൽ മറ്റു ജയിലുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന തടവുകാരെയും പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ ജയിലുകൾ എന്ന് പറയുന്നത്. അപ്പം ജയിലുകൾ അഥവാ സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ്, അഥവാ നമ്മുടെ ജയിലുകൾ എന്ന് പറയുന്നതിന് ഉള്ള എക്സ്പ്ലനേഷനാണ്, അതായത് ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണിത്. അപ്പോൾ എന്താണ് ജയിലുകൾ അഥവാ സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെയും കരുതൽ തടവുകാരെയും സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെടുന്നവരെയും സിവിൽ ശിക്ഷ വിധിച്ചവരെയും സുരക്ഷാ കാരണങ്ങളാൽ മറ്റു ജയിലുകളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്ന തടവുകാരെയും പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്താണ് ജയിലുകൾ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു എക്സ്പ്ലനേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജയിലിനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം. ഇനി അതിനെ നോക്കാം. നമുക്ക് സമീപത്തുള്ള സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, ജില്ലാ ജയിൽ എന്നിവിടങ്ങളിൽ തടവുകാരുടെ എണ്ണം അംഗീകൃത ശേഷിയേക്കാൾ കൂടുതലായ പ്രസ്തുത ജയിലുകളിൽ റിമാൻഡ് വിചാരണ തടവുകാരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ ജയിൽ എന്താണെന്നാണ് പഠിച്ചത്, സെൻട്രൽ പ്രിസൺസ് ആണ് എന്താണെന്നാണ് പഠിച്ചത്. സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷൻ ഹോംസ് എന്താണ് സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ? 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെയും കരുതൽ തടവുകാരെയും സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെടുന്നവരെയും സിവിൽ ശിക്ഷ വിധിച്ചവരെയും സുരക്ഷാ കാരണങ്ങളാൽ മറ്റ് ജയിലുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന തടവുകാരെയും പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളെയാണ് സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് എന്ന് പറയുന്നത്. അതിന് അടുത്തൊരു പോയിന്റാണ് സമീപത്തുള്ള സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, ജില്ലാ ജയിൽ എന്നിവിടങ്ങളിൽ തടവുകാരുടെ എണ്ണം അംഗീകൃത ശേഷിയേക്കാൾ കൂടുതലായാൽ പ്രസ്തുത ജയിലുകളിലെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂടെ, വളരെ എളുപ്പമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പോയിന്റാണ്. അതായത് നമ്മുടെ സമീപത്തുള്ള സബ് ജയിലുകളും സ്പെഷ്യൽ സബ് ജയിലുകളും അതുപോലെ ജില്ലാ ജയിലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ജയിലിലൊക്കെ തടവുകാരുടെ എണ്ണം അംഗീകൃത ശേഷിയേക്കാൾ, അപ്പോൾ ഏതൊരു ജയിലിലായാലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, എത്ര ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ ലിമിറ്റിന് കൂടുതൽ ആളുകൾ തടവുകാർ വന്നു കഴിഞ്ഞാൽ അംഗീകൃത ശേഷിയേക്കാൾ കൂടുതലായി, അതായത് അതിന് മുകളിലുള്ള ലിമിറ്റിന് മേളിലുള്ള ആളുകൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രസ്തുത ജയിലുകളിലെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അപ്പോൾ ആ ജില്ലാ ജയിലിലോ സബ് ജയിലിലോ സ്പെഷ്യൽ സബ് ജയിലിലോ ഉള്ള റിമാൻഡ് ഓർ വിചാരണ തടവുകാർ കാണുമല്ലോ, ആ റിമാൻഡിലും വിചാരണ തടവുകാരിലുള്ള ആ തടവുകാരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷൻസ്, സെൻട്രൽ ജയിൽ എവിടേക്കാണ് ഉള്ളത് നോക്കാം. തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ, മലപ്പുറം എന്നിവിടങ്ങളിലായി 4 സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകൾ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ സെൻട്രൽ ജയിലുകൾ എവിടേക്കാണ് കേരളത്തിലുള്ളത്? തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ, മലപ്പുറം. തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ, മലപ്പുറം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. 4 സെൻട്രൽ ജയിലുകളാണ് കേരളത്തിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം എവിടേക്കാണ്? തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ, മലപ്പുറം. തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ, മലപ്പുറം എന്നിവിടങ്ങളിലായി 4 സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകൾ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേരളത്തിലെ സെൻട്രൽ ആൻഡ് പ്രിസൺസ് കറക്ഷൻ ഹോമുകളുടെ എണ്ണം എത്രയാണെന്ന് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 4 കേരളത്തിലെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളുടെ എണ്ണം എത്രയാണ്? സെൻട്രൽ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 4. ഒന്നാമത്തെ ഏതാണ്? സെൻട്രൽ പ്രിസൺ കറക്ഷണൽ ഹോം പൂജപ്പുര, തിരുവനന്തപുരം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പൂജപ്പുരയിലെ സെൻട്രൽ ജയിൽ. പൂജപ്പുര എന്ന് നമ്മൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പൂജപ്പുരയിലെ സെൻട്രൽ ജയിൽ, സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പൂജപ്പുര, തിരുവനന്തപുരം. അതുപോലെ തന്നെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം വിയ്യൂർ, തൃശ്ശൂർ കേട്ടോ. വിയ്യൂർ, തൃശ്ശൂർ. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, വിയ്യൂർ.
അതായത് സിനിമകളിലൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ബെസ്റ്റ് ആക്ടറിൽ എന്താണ് നെടുമുടി വേണു പറയുന്നുണ്ട്, വിയൂര് സെൻട്രൽ ജയിലിൽ കിടന്നവനാ ഞാനെന്ന് പറയുന്നില്ല ബെസ്റ്റ് ആക്ടർ സിനിമയ്ക്കകത്ത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. വിയൂര് ഒരു സെൻട്രൽ ജയിലുണ്ട്. അതിനുശേഷം സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പള്ളിക്കുന്ന് കണ്ണൂർ കേട്ടോ. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം എവിടെയാണ്? പള്ളിക്കുന്ന് കണ്ണൂർ. അതുപോലെ തന്നെ നാലാമത്തെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തവനൂര് മലപ്പുറം കേട്ടോ. അപ്പോൾ എവിടേക്കാണുള്ളത്? പൂജപ്പുര, വിയൂര്, പള്ളിക്കുന്ന്, തവനൂര് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഒന്നുകൂടെ പറയുന്നത് വെറുതെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് സെൻട്രൽ പ്രിസണിനെ കുറിച്ച് ഒന്നുകൂടെ നമുക്ക് പറയാം. സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ്, അതായത് സെൻട്രൽ ജയിലുകൾ എന്താണെന്നാണ് പറയുന്നത്. എന്താണ് സെൻട്രൽ ജയിലുകൾ? 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെയും കരുതൽ തടവുകാരെയും സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെടുന്നവരെയും സിവിൽ ശിക്ഷ വിധിച്ചവരെയും സുരക്ഷാ കാരണങ്ങളാൽ മറ്റ് ജയിലുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന തടവുകാരെയും പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് സെൻട്രൽ പ്രിസൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ സമീപത്തുള്ള സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, ജില്ലാ ജയിൽ എന്നിവിടങ്ങളിൽ പ്രസ്തുത തടവുകാരുടെ എണ്ണം അംഗീകൃത ശേഷിയേക്കാൾ കൂടുതലായ പ്രസ്തുത ജയിലുകളിലെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ സെൻട്രൽ ആൻഡ് പ്രിസൺ കറക്ഷണൽ ഹോമുകളുടെ എണ്ണം എത്രയാണ്? 4 സെൻട്രൽ ജയിലുകളാണ് കേരളത്തിലുള്ളത്. ഒന്നാമത്തെ ഏതാണ്? സെൻട്രൽ ആൻഡ് പ്രിസൺ കറക്ഷണൽ ഹോം പൂജപ്പുര തിരുവനന്തപുരം. രണ്ടാമത്തെ ഏതാണ്? സെൻട്രൽ ആൻഡ് കറക്ഷണൽ ഹോം വിയൂര് തൃശ്ശൂർ. മൂന്നാമത്തെ ഏതാണ്? സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പള്ളിക്കുന്ന് കണ്ണൂർ. നാലാമത്തെ ഏതാണ്? സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തവനൂർ മലപ്പുറം. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തലയിലോട്ട് കയറാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുള്ളതുകൊണ്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പം മാക്സിമം നിങ്ങളുടെ മൈൻഡിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളോട് അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യണം. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ സെൻട്രൽ ജയിലിനെ പഠിച്ചു. ഇനി നമ്മൾ ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ്, അതായത് നമുക്കറിയാം ഓപ്പൺ ജയിൽ അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഓപ്പൺ ജയിൽ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകളില്ലാത്ത കറക്ഷണൽ ജയിലുകളാണ് ഓപ്പൺ പ്രിസൺ ആൻഡ് ഹോമുകൾ എന്ന് പറയുന്നത്. ആരാമ നിയന്ത്രണവും സാമൂഹിക ഉത്തരവാദിത്വമുള്ള നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരെയാണ് ഇത്തരം ജയിലുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം തന്നെ കണക്ട് ചെയ്യാലോടെ. എന്താണ് ഒരു ഓപ്പൺ ജയിൽ? നമുക്ക് എന്താണ് ഗോവിന്ദസ്വാമിയെ കൊണ്ട് ഓപ്പൺ ജയിലിൽ ഇടാൻ പറ്റുമോ? ഒരിക്കലും ഇടാൻ പറ്റത്തില്ലല്ലോ. കാരണം എന്താണ്? അത്രയും വലിയ ക്രിമിനലിനെ കൊണ്ടൊന്നും ഓപ്പൺ ജയിലിൽ ഇടാൻ പറ്റത്തില്ല. ഓപ്പൺ ജയിലിൽ ഇടുന്നത് എന്താണ്? അധികം വലിയ കുറ്റം ചെയ്യാത്ത ആൾക്കാരെയും അതുപോലെ തന്നെ എന്താണ് നല്ല പെരുമാറ്റമുള്ള തടവുകാരെയൊക്കെയാണ് ഓപ്പൺ ജയിലിൽ കൊണ്ടിടാൻ സാധിക്കുന്നത്. വലിയ തടവുകാരെ ഓപ്പൺ ജയിലിൽ കൊണ്ടിട്ട് അവർ ജയിലിൽ അടിപ്പോകത്തില്ലേ? അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ അവരെ വലിയ തടവുകാരെയൊക്കെ ഇടുന്ന സെൻട്രൽ ജയിൽ പോലുള്ള ജയിലുകളിലാണ് ഇടുന്നത്. ഈ ഓപ്പൺ ജയിൽ എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരാണ് ഓപ്പൺ ജയിലിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് എക്സ്പ്ലനേഷൻ? എന്താണ്? ഞാൻ ഓപ്പൺ ജയിലിനെ കുറിച്ച് മനസ്സിലായല്ലോ. എക്സ്പ്ലനേഷൻ എന്താണ്? കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകളില്ലാത്ത, അപ്പം നോട്ട് ചെയ്തോണേ, കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകളില്ലാത്ത കറക്ഷണൽ ജയിലുകളാണ് ഓപ്പൺ പ്രിസൺ ആൻഡ് ഹോമുകൾ. നമുക്കറിയാലോ ഓപ്പൺ ജയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? കുറഞ്ഞ സുരക്ഷാ പദ്ധതി. ഓപ്പൺ ജയിലിൽ കിടക്കുന്ന ആരുടെ? നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരാണ്. അപ്പോൾ അവർക്ക് എന്താണ്? അവർ അറിയാമല്ലോ നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരാണ്. അതുകൊണ്ട് തന്നെ അവർ ജയിലിൽ ആടില്ല. അപ്പോൾ അവർക്ക് കുറഞ്ഞ സുരക്ഷാ സംവിധാനം കൊടുത്താൽ മതി. അതുപോലെ തന്നെ എന്താണ്? മതിൽക്കെട്ടുകളില്ലാത്ത ജയിലാണ് കേട്ടോ. ഓപ്പൺ ജയിൽ എന്ന് പറയുമ്പോൾ മതിൽക്കെട്ടുകളില്ലാത്ത ജയിലാണ്. അതുപോലെ തന്നെ ആരാമ നിയന്ത്രണവും സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരാണ്. അപ്പോൾ സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരെയാണ് ഇത്തരം ജയിലുകളിൽ പ്രവേശിപ്പിക്കുന്നതിന് തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓപ്പൺ ജയിൽ ക്ലിയർ ആയി. അപ്പോൾ ഓപ്പൺ ജയിൽ നമ്മുടെ കേരളത്തിൽ എവിടേക്കാണുള്ളത് നോക്കാം. സംസ്ഥാനത്ത് പുരുഷന്മാർക്കായുള്ള 2 ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകൾ, ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിലും മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സംസ്ഥാനത്തെ പുരുഷന്മാർക്കുള്ള 2 ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകൾ ഏതൊക്കെയാണ്? ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിലും മറ്റൊന്ന് ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കായുള്ള ഏക ഓപ്പൺ ജയിൽ, അതായത് ഏക ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലും സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ മൈൻഡിലോട്ട് കയറുക. ഓപ്പൺ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞ സുരക്ഷ, നോട്ട് ചെയ്തോണേ, കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകളില്ലാത്ത കറക്ഷണൽ ജയിലുകളാണ് ഓപ്പൺ പ്രിസൺ ആൻഡ് ഹോമുകൾ എന്ന് പറയുന്നത്. ആരാമ നിയന്ത്രണവും
സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരെയാണ് ഇത്തരം ജയിലുകളിൽ പ്രവേശിപ്പിക്കുന്നതിന് തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാനത്തെ 3 ഓപ്പൺ ജയിലുകളാണ്. ടോട്ടൽ സംസ്ഥാനത്ത് 3 ഓപ്പൺ ജയിലുകളാണ് ഉള്ളത്. പുരുഷന്മാർക്ക് 2 ഓപ്പൺ ജയിലുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിലും മറ്റൊന്ന് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലുമാണ് പുരുഷന്മാരുടെ ഓപ്പൺ ജയിലുള്ളത്. ടോട്ടൽ 3 ഓപ്പൺ ജയിലുകൾ, 2 ഓപ്പൺ ജയിലുകൾ പുരുഷന്മാർക്ക്. ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിലും മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലും. അപ്പോൾ സ്ത്രീകൾക്കായിട്ടുള്ള ഏക ഓപ്പൺ ജയിൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലും സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ അല്ലേടെ? അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത് അത് തന്നെയാണ്. കേരളത്തിലെ ഓപ്പൺ ആൻഡ് പ്രസന്റ് കറക്ഷണൽ ഹോംസ് അല്ല, ഓപ്പൺ ജയിലുകളുടെ എണ്ണം എത്രയാണ്? അതിനാണ് ഞാൻ പറഞ്ഞത്. 3 ഓപ്പൺ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 3 ഓപ്പൺ ജയിലുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതെന്നാന്ന്? ഓപ്പൺ പ്രസന്റ് ആൻഡ് കറക്ഷണൽ ഹോം നെട്ടുകാൽത്തേരി തിരുവനന്തപുരം പുരുഷന്മാരുടെ ജയിൽ. അത് എന്നാണ് വന്നത്? 1962. ഡേറ്റ് ഓർത്ത് വെച്ചോണേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയാത്തത്. 1962 ഡേറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് പ്രസന്റ് കറക്ഷൻസ് ഹോം പുരുഷന്മാരുടെ 2ാമത്തെ ഓപ്പൺ ജയിൽ ചീമേനി കാസർഗോഡ് ജില്ലയിലാണ്. അതെന്നാണ് വന്നത്? 2009 കേട്ടോ, 2009. പിന്നെ സ്ത്രീകൾക്കുള്ള വുമൺ ഓപ്പൺ ആൻഡ് പ്രസന്റ് കറക്ഷണൽ ഹോം പൂജപ്പുര 2013. ഈ ഒരു ഇയർ പഠിച്ചു വെക്കണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്തത് ഹൈ സെക്യൂരിറ്റി പ്രിസൺ. ആ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം എന്താണ്? വലിയ കുറ്റവാളികളെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കേണ്ട ആരാണ്? നമ്മുടെ ഗോവിന്ദസ്വാമി പോലുള്ള കൊടും കുറ്റവാളികളല്ലേ. കൊടും കുറ്റവാളികൾക്ക് എങ്ങനെയാണ് ഹൈ സെക്യൂരിറ്റി പ്രിസൺ വേണ്ടയോ? അതായത് ഹൈ സെക്യൂരിറ്റി പ്രിസൺ വേണ്ട. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഹൈ സെക്യൂരിറ്റി ജയിൽ വേണമുള്ളവർക്ക്. അപ്പോൾ എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ 2019 ജൂലൈ 3 വിയ്യൂരിൽ തുറന്നു. അപ്പോൾ പഠിച്ചു വെക്കുക, ഒരു മാർക്ക് ഉറപ്പാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ എവിടെയാണ് തുറന്നത്? വിയ്യൂരിലാണ്. എന്നാണ് തുറന്നത്? 2019 ജൂലൈ 3 തുറന്നത് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിസുരക്ഷാ ജയിൽ അഥവാ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച ജയിലിന് 600 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിന് 192 സെല്ലുകളുണ്ട്. 9 ഏക്കർ സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കോട് കൂടിയ 3 നില കെട്ടിടത്തിൽ ജയിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം അതിസുരക്ഷാ ജയിൽ അഥവാ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ആരാണ്? കൊടും കുറ്റവാളികളാണ് വരുന്നത്. കൊടും കുറ്റവാളികൾ. അപ്പോൾ ആ കൊടും കുറ്റവാളികൾക്ക് അവരെല്ലാം ഉടായിപ്പത്തരവും കള്ളത്തരവും എല്ലാം പഠിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ സാധാ ജയിലിൽ കൊണ്ടിടാൻ പറ്റത്തില്ലോ. അതിനു വേണ്ടി എന്താണ്? ഹൈ സെക്യൂരിറ്റി പ്രിസൺ അഥവാ അതിസുരക്ഷാ ജയിൽ വേണം. ആ ജയിലിൽ എന്ത് വേണം? അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ വേണം. അപ്പോൾ കണക്ട് ചെയ്തോണം. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി നിർമ്മിച്ച ജയിലിന് 600 തടവുകാരെ പാർപ്പിക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ എത്ര തടവുകാരെ പാർപ്പിക്കാൻ ശേഷിയുണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹൈ സെക്യൂരിറ്റി പ്രിസൺസിൽ എത്രയാണ്? 600 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിന് 192 സെല്ലുകളുണ്ട്. അപ്പോൾ 600 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയും 192 സെല്ലുകളുമുണ്ട്. അതുപോലെ തന്നെ 9 ഏക്കർ സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കോട് കൂടിയ 3 നില കെട്ടിടത്തിൽ ജയിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്തോണേ. 9 ഏക്കർ സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കോട് കൂടിയ 3 നില കെട്ടിടത്തിൽ ജയിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജയിലിൽ ബാഗേജ് സ്കാനർ, ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോക്ക് സംവിധാനം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വലിയ ബോളിവുഡ് സിനിമയിലും ഒക്കെ വലിയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഫിംഗർ പ്രിന്റ് സ്കാനറും ഒക്കെ വെച്ച് ഭയങ്കര ചെക്ക് ചെയ്തിട്ടൊക്കെയാണല്ലോ ഓരോ കുറ്റവാളികളെ ചേർക്കുന്നത്, സെല്ലിലിടുന്നത്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ബാഗേജ് സ്കാനർ, ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോക്ക് സംവിധാനം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റു സെല്ലുകളിലെ അന്തേവാസികൾ പരസ്പരം കാണാത്ത തരത്തിലാണ് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിസുരക്ഷാ ജയിലിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, കൊടും കുറ്റവാളികളെയാണ് ഈ അതിസുരക്ഷാ ജയിലിൽ കൊണ്ടിടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അവർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രകോപനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ്? മറ്റു സെല്ലുകളിലെ അന്തേവാസികൾ പരസ്പരം കാണാത്ത തരത്തിലുള്ള സെല്ലുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? എല്ലാ സെല്ലുകളുടെ പരിസരങ്ങളിലും CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നമ്മുടെ അതിസുരക്ഷാ ജയിലിൽ ആരാണ് വരുന്നത്? കൊടും കുറ്റവാളികളാണ് വരുന്നത്. അപ്പോൾ അവരെ നമ്മൾ എന്താണ് 24 ഹവേഴ്സും അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്? എല്ലാ സെല്ലുകളിലും പരിസരങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഹൈ സെക്യൂരിറ്റി പ്രിസൺ അഥവാ അതിസുരക്ഷാ ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
സംസ്ഥാനത്തെ ആദ്യ അതിസുരക്ഷാ ജയിൽ 2019 ജൂലൈ 3, ഡേറ്റ് ഓർത്ത് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2019 ജൂലൈ 3 വിയ്യൂരിൽ തുറന്നു. 2019 ജൂലൈ 3 ഹൈ സെക്യൂരിറ്റി പ്രിസൺ അഥവാ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ കേരളത്തിലെ വിയ്യൂരിൽ തുറന്നു. എന്നാണ് തുറന്നത്? 2019 ജൂലൈ 3 അത്യാധുനിക, അതിന്റെ പ്രത്യേകത എന്താണ്? അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച ജയിലിന് 600 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിന് 192 സെല്ലുകൾ, 600 തടവുകാരെ പാർപ്പിക്കാനും 192 സെല്ലുകളുമുണ്ട്. 9 ഏക്കർ സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കോട് കൂടിയ 3 നില കെട്ടിടത്തിൽ ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൂടാതെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജയിലിൽ ബാഗേജ് സ്കാനർ, നോട്ട് ചെയ്തോണെ, പരീക്ഷയ്ക്ക് ചോദിക്കും. അത്യാധുനിക സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ബാഗേജ് സ്കാനർ, ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോക്ക് സംവിധാനം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജയിലിൽ ബാഗേജ് സ്കാനർ, ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോക്ക് സംവിധാനം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റു സെല്ലിലെ അന്തേവാസികൾ പരസ്പരം കാണാത്ത തരത്തിലാണ് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സെല്ലുകളിലും പരിസരങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈ സെക്യൂരിറ്റി പ്രിസൺ. ക്ലിയർ ആയി ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തത് സ്ത്രീ ജയിലാണ്, അഥവാ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ് ആണ്. വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ഥാപനം ശിക്ഷാ കാലാവധി പരിഗണിക്കാതെ വനിതകളായ എല്ലാ ശിക്ഷാ തടവുകാരെയും ഇവിടെ കൊള്ളും. അതുപോലെ തന്നെ റിമാൻഡ്, വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതിനായുള്ളതാണ് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്തോണം. വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻസ്, അതായത് സ്ത്രീകളുടെ ജയിൽ എന്താണ്? ഈ സ്ഥാപനം ശിക്ഷാ കാലാവധി പരിഗണിക്കാതെ വനിതകളായിട്ട് വരുന്ന എല്ലാ ശിക്ഷാ തടവുകാരെയും പാർപ്പിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ റിമാൻഡ് അഥവാ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതിനായുള്ള ജയിലാണ് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻസ് ഹോംസ്, അതായത് എന്താണ് സ്ത്രീ ജയിൽ. അതായത് സംസ്ഥാനത്ത് ആകെയുള്ള 3 വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകൾ, 1 തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂർ കേട്ടോ. അപ്പം 3 സ്ത്രീ ജയിലുകളാണ് സംസ്ഥാനത്തുള്ളത്. എവിടൊക്കെയാണ്? തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂർ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം തിരുവനന്തപുരം, വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം വിയ്യൂര്, വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം എവിടേക്കാണ്? കണ്ണൂർ. അപ്പോൾ ടോട്ടൽ 3 സ്ത്രീകൾക്കുള്ള ജയിൽ, 3 ജയിലുകളാണ് കേരളത്തിലുള്ളത് കേട്ടോ. 1 തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഥാപനം ശിക്ഷാ കാലാവധി പരിഗണിക്കാതെ വനിതകളായി വരുന്ന എല്ലാ ശിക്ഷാ തടവുകാരെയും റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതിനായിട്ടുള്ള ജയിലാണ് വുമൺ പ്രിസൺസ്. അത് സംസ്ഥാനത്ത് 3 ജയിലുകളാണുള്ളത്. ഒന്നാമത്തേതാണ് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം തിരുവനന്തപുരം. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം വിയ്യൂര്. മൂന്നാമത്തേതാണ് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം കണ്ണൂർ. ഓർത്ത് വെച്ചോണേ, പഠിച്ചു വെച്ചോണേ, പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ പഠിച്ചു, ഇനി മെയിനായിട്ടുള്ള ജയിലുകൾ പഠിച്ചു. ഇനി നമ്മൾ ജില്ലയിലോട്ട് വരിക. ജില്ലാ ജയിലുകൾ. അപ്പോൾ ഈ ജില്ലാ ജയിലുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലുമൊക്കെ കാണും ജില്ലാ ജയിലുകളും അതുപോലെ തന്നെ സബ് ജയിലുകളും. ജില്ലാ ജയിലുകൾ ഒട്ടുമിക്ക എല്ലാവരുടെ ജില്ലകളിലും കാണുന്നതാണ് ജില്ലാ ജയിൽ, അതുപോലെ തന്നെ സബ് ജയിൽ. അപ്പോൾ എന്താണ് ജില്ലാ ജയിൽ, എന്താണ് സബ് ജയിൽ എന്നൊക്കെ നമുക്ക് പഠിക്കാം. അതെന്താണ് ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. എന്താണ് ജില്ലാ ജയിൽ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം. 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ജില്ലാ ജയിലുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. ആ ജില്ലാ ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ജില്ലാ ജയിലുകൾ എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ആകെ 13 ജില്ലാ ജയിലുകളാണുള്ളത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ ജില്ലാ ജയിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ 14 കറപ്പിക്കും. 14 അല്ല ആൻസർ. സംസ്ഥാനത്ത് നിലവിൽ 13 ജില്ലാ ജയിലുകളാണ്. പഠിച്ചു വെക്കണം, പരീക്ഷ മറന്നു പോകരുത്. പരീക്ഷയ്ക്ക് ഇത് ചിലപ്പം തെറ്റാൻ സാധ്യതയുണ്ട്. ജില്ലാ ജയിൽ എന്ന് കാണുമ്പോൾ നമ്മൾ ആകെ ടോട്ടൽ 14 ജില്ലയില്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ 14 കറപ്പിക്കും. പക്ഷേ 14 ആണോ ആൻസർ? അല്ല. സംസ്ഥാനത്താകെ 13 ജില്ലാ ജയിലുകളാണുള്ളത്. സംസ്ഥാനത്താകെ 13 ജില്ലാ ജയിലുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് എവിടേക്കാണെന്ന് നോക്കാം. തിരുവനന്തപുരത്ത് പൂജപ്പുര, അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കിയിൽ മുട്ടം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലമ്പുഴയിലാണ്. അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മാനന്തവാടിയിലാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ഹോസ്ദുർഗിലാണ് ജില്ലാ ജയിൽ വരുന്നത് എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. ജില്ലാ ജയിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ജില്ലാ ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും. നോട്ട് ചെയ്തോണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചു നോക്കണം. ജില്ലാ ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ജില്ലാ ജയിലുകൾ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ സംസ്ഥാനത്താകെ 13 ജില്ലാ ജയിലുകളാണ് വരുന്നത്. പഠിച്ചു നോക്കണം, നമ്പർ പഠിച്ചു നോക്കണം. സംസ്ഥാനത്താകെ 13 ജില്ലാ ജയിലുകളാണ്. അപ്പോൾ സംസ്ഥാനത്താകെ 13 ജില്ലാ ജയിലുകളാണ് നിലവിലുള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദക്ഷിണ മേഖലയിലുള്ള ജില്ലാ ജയിലുകൾ പഠിച്ചു വെക്കണം. ദക്ഷിണ മേഖലയിലുള്ള ജില്ലാ ജയിൽ ഏതൊക്കെയാണ്? ജില്ലാ ജയിൽ തിരുവനന്തപുരം, നമുക്കറിയാം പൂജപ്പുരയിലാണ് ജില്ലാ ജയിൽ വരുന്നത്, തിരുവനന്തപുരം. അടുത്തത് ജില്ലാ ജയിൽ കൊല്ലത്ത്, പിന്നെ പത്തനംതിട്ടയിൽ, ആലപ്പുഴയിൽ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ദക്ഷിണ മേഖലയിലുള്ള ജില്ലാ ജയിൽ. നമുക്കറിയാലോ ദക്ഷിണ മേഖലയിലുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. അപ്പോൾ കണക്ട് ചെയ്യാലോ ദക്ഷിണ മേഖലയിലുള്ള ജില്ലാ ജയിൽ. അടുത്തത് മധ്യമേഖലയിലുള്ള ജില്ലാ ജയിൽ 4 എണ്ണമാണ്. മധ്യമേഖലയിലുള്ള ജില്ലാ ജയിൽ 4 എണ്ണമാണ്. ഏതൊക്കെയാണ് മധ്യമേഖലയിലുള്ള ജില്ല? ഒന്നാമത്തേതാണ് കോട്ടയം വരും, ഈ എറണാകുളം വരും, ഇടുക്കിയിൽ മുട്ടമാണ് കേട്ടോ, ഇടുക്കിയിൽ മുട്ടമാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ വിയൂർ ജയിലും. അപ്പോൾ മധ്യമേഖലയിലുള്ള ജില്ലാ ജയിലുകൾ ഏതൊക്കെയാണ്? കോട്ടയം, എറണാകുളം, ഇടുക്കി മുട്ടം, അതുപോലെ തന്നെ തൃശ്ശൂർ, വിയൂർ. ഇനി ഉത്തരമേഖലയിലുള്ള ജില്ലാ ജയിലുകൾ ഏതൊക്കെയാണ്? ജില്ലാ ജയിൽ പാലക്കാട് ജില്ലാ ജയിൽ മലമ്പുഴയിലാണ് വരുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, വയനാട് മാനന്തവാടിയിലാണ് ജില്ലാ ജയിൽ വരുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ ജയിൽ ഹോസ്ദുർഗിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതോടെ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ജില്ലാ ജയിലുകളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബോസ്റ്റൽ സ്കൂളിനെ കുറിച്ച് കേട്ടിരുന്നു അല്ലേ? ജസ്റ്റ് എന്താണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് കേട്ടിരുന്നു. അപ്പോൾ എന്താണ് ബോസ്റ്റൽ സ്കൂൾ എന്നുള്ളത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. അപ്പം ബോസ്റ്റൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനം 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായുള്ളതാണ് ഈ ബോസ്റ്റൽ സ്കൂൾ. അപ്പോൾ പഠിച്ചു നോക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ഉറപ്പായിട്ടും 1 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ബോസ്റ്റൽ സ്കൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്താണെന്ന് ചോദിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്ന കൗമാരക്കാരുടെ പ്രായം എത്രയാണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ എത്രയാണ് പ്രായം എന്നുള്ളത് പഠിച്ചു വെക്കണം. ബോസ്റ്റൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഥാപനം 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായുള്ള സ്കൂളാണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു ബോസ്റ്റൽ സ്കൂളേ ഉള്ളൂ. കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് ഏക ബോസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് 5/8/1995 AYS കണ്ണൂരിൽ നിന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടതാണ് കേട്ടോ. 5/8/1995 കണ്ണൂരിലായിരുന്നു ഫസ്റ്റ് വന്നത്. അത് കണ്ണൂരിൽ നിന്ന് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലോട്ടാണ് മാറ്റി സ്ഥാപിച്ചത് കേട്ടോ. 95 മാറ്റി സ്ഥാപിച്ചു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ബോസ്റ്റൽ സ്കൂൾ എന്താണ്? ഈ സ്ഥാപനം 18നും, അതായത് നമ്മുടെ കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജയിലാണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ? ഈ സ്ഥാപനം 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായുള്ളതാണ്. അപ്പോൾ എത്ര വയസ്സിലുള്ള കൗമാര കുറ്റവാളികളെയാണ്? 18നും 21നും. അപ്പോൾ കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂൾ എവിടെയാണ്? എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് 5/8/1995 കണ്ണൂരിൽ നിന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ തൃക്കാക്കരയിലെ ബോസ്റ്റൽ സ്കൂൾ കേട്ടോ. ക്ലിയർ ആണ്? ഇനി സ്പെഷ്യൽ സബ് ജയിൽ. നമ്മൾ സബ് ജയിൽ എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ സബ് ജയിലും ഉണ്ട്. അപ്പോൾ സ്പെഷ്യൽ സബ് ജയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറയുന്നത് 3 മാസം വരെ. അപ്പോൾ നമ്മൾ പഠിച്ചാണ് ജില്ലാ ജയിലിൽ 6 മാസം എന്നാണ് പഠിച്ചത്, 6 മാസം വരെയുള്ള തടവ് എന്നാണ്. അപ്പോൾ സ്പെഷ്യൽ സബ് ജയിലിൽ 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ പഠിച്ചു നോക്കുക. സ്പെഷ്യൽ സബ് ജയിൽ എന്താണ്? സ്പെഷ്യൽ സബ് ജയിലുകളിൽ 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും അതുപോലെ തന്നെ റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് കേട്ടോ. അപ്പം പഠിച്ചു വെക്കണം. സ്പെഷ്യൽ സബ് ജയിലുകൾ 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ സബ് ജയിലുകൾ എന്ന് പറയുന്നത്. ആകെയുള്ള 15 സ്പെഷ്യൽ സബ് ജയിലുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കേരളത്തിൽ നിലവിൽ ആകെ 15 സ്പെഷ്യൽ സബ് ജയിലുകളാണ് കേട്ടോ. പഠിച്ചു നോക്കണം. കേരളത്തിൽ ആകെ 15 സ്പെഷ്യൽ സബ് ജയിലുകളാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് തിരുവനന്തപുരം പൂജപ്പുരയിൽ, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കര, പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിഞ്ഞാലക്കുട, ചിറ്റൂർ, മഞ്ചേരി, കോഴിക്കോട്, വൈത്തിരി, കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ് എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. സ്പെഷ്യൽ സബ് ജയിലുകൾ എന്താണ്? സ്പെഷ്യൽ സബ് ജയിലുകൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സബ് ജയിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറഞ്ഞത്. കേരളത്തിൽ ആകെയുള്ള സ്പെഷ്യൽ സബ് ജയിലുകളുടെ എണ്ണം എത്രയാണ്? 15 സ്പെഷ്യൽ സബ് ജയിലുകളാണ് നിലവിൽ കേരളത്തിലുള്ളത്.
അപ്പോൾ നമുക്ക് നോക്കാം. ദക്ഷിണ മേഖലയിലെ സ്പെഷ്യൽ സബ് ജയിലുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരത്തെ പൂജപ്പുര, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കര. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യുമല്ലോ, എല്ലാം തെക്കുള്ള സ്ഥലങ്ങളാണ്. തിരുവനന്തപുരം, പൂജപ്പുര, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കരയാണ് ദക്ഷിണ മേഖലയിലുള്ള സ്പെഷ്യൽ സബ് ജയിലുകൾ. മധ്യമേഖലയിലുള്ള സ്പെഷ്യൽ സബ് ജയിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിഞ്ഞാലക്കുട. അപ്പോൾ കണക്ട് ചെയ്യുമല്ലോ, ഇതൊക്കെ മധ്യമേഖലയിലുള്ള സ്ഥലങ്ങളാണല്ലോ. ഏതൊക്കെയാണ്? പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിഞ്ഞാലക്കുട. ഇനി ഉത്തരമേഖലയിലുള്ള നോർത്ത് പാർട്ടിലുള്ള മലബാർ ഏരിയയിലുള്ള ഉത്തരമേഖലയിലുള്ള സ്പെഷ്യൽ സബ് ജയിലുകൾ ഏതൊക്കെയാണ്? ചിറ്റൂർ, കാസർഗോഡ്, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, വൈത്തിരി, തലശ്ശേരി. അപ്പോൾ ഉത്തരമേഖല അഥവാ മലബാർ മേഖലയിലുള്ള ഉത്തരമേഖലയിലുള്ള സ്പെഷ്യൽ സബ് ജയിലുകൾ ഏതൊക്കെയാണ്? ചിറ്റൂർ, കാസർഗോഡ്, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, വൈത്തിരി, തലശ്ശേരി കേട്ടോ. ഇനി നമ്മൾ സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ പഠിച്ചു. ഇനി ജില്ലാ ജയിൽ പഠിച്ചു, സ്പെഷ്യൽ സബ് ജയിൽ പഠിച്ചു. അടുത്തത് സബ് ജയിലാണ്. സബ് ജയിൽ നമ്മുടെ സ്പെഷ്യൽ സബ് ജയിലിൽ പറഞ്ഞ 3 മാസം കുറയാത്ത ശിക്ഷയുള്ളവരെയാണ്. ഇവിടെ സബ് ജയിലിൽ പാർപ്പിക്കുന്നത് 1 മാസത്തിൽ കുറയാത്ത ശിക്ഷയുള്ളവരെ. നോട്ട് ചെയ്തോണേ, 1 മാസമാണ് 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ പഠിച്ചു നോക്കുക, സബ് ജയിൽ എന്താണ്? 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ്. കേരളത്തിലാകെ 16 സബ് ജയിലുകളാണുള്ളത് കേട്ടോ. കേരളത്തിലാകെ 16 സബ് ജയിലുകളുള്ളതാണ് സബ് ജയിലുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കാം, നമുക്കത് പഠിക്കാം. ഒരു മിനിറ്റ്. അപ്പോൾ സബ് ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മാസത്തിൽ കുറയാത്ത സബ് ജയിൽ എന്ന് പറഞ്ഞാൽ 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സബ് ജയിൽ എന്ന് പറയുന്നത്. സബ് ജയിൽ 1 മാസമാണ്. നോട്ട് ചെയ്തോണം, 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സബ് ജയിൽ എന്ന് പറയുന്നത്. കേരളത്തിലാകെ 16 സബ് ജയിലുകളാണ് ഉള്ളത്. കേരളത്തിലാകെ 16 സബ് ജയിലുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ദക്ഷിണ മേഖലയിലെ സബ് ജയിലുകൾ ഏതൊക്കെ? സബ് ജയിലുകൾ ഒരെണ്ണമാണ്. ദക്ഷിണ മേഖലയിലെ സബ് ജയിൽ ഒരെണ്ണമാണ് ഉള്ളത്. അതേതാണ്? ആറ്റിങ്ങലാണ് ദക്ഷിണ മേഖലയിലെ സബ് ജയിൽ വരുന്നത്. ഇനി മധ്യമേഖലയിലെ സബ് ജയിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മീനച്ചിൽ, എറണാകുളം, പീരുമേട്, മട്ടാഞ്ചേരി, ആലുവ, ചാവക്കാട്, വിയ്യൂർ. അപ്പോൾ മധ്യമേഖലയിലെ സബ് ജയിലുകൾ ഏതൊക്കെയാണ്? മീനച്ചിൽ, എറണാകുളം, പീരുമേട്, മട്ടാഞ്ചേരി, ആലുവ, ചാവക്കാട്, വിയ്യൂർ. ഉത്തരമേഖലയിലെ സബ് ജയിലുകൾ ഏതൊക്കെയാണ്? ആലത്തൂർ, പൊന്നാനി, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, തിരൂർ, കൊയിലാണ്ടി, വടകര, കണ്ണൂർ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരമേഖല അഥവാ മലബാർ ഏരിയയിൽ ഉത്തരമേഖലയിലെ സബ് ജയിലുകൾ ഏതൊക്കെയാണ്? ആലത്തൂർ, പൊന്നാനി, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, തിരൂർ, കൊയിലാണ്ടി, വടകര, കണ്ണൂർ. അപ്പോൾ ടോട്ടൽ സബ് ജയിലുകളുടെ എണ്ണം എത്രയാണ്? 16 സബ് ജയിലുകളാണ്. ടോട്ടൽ സബ് ജയിലുകൾ എത്രയാണ്? 16 സബ് ജയിലുകളാണ്. സ്പെഷ്യൽ സബ് ജയിലുകൾ 15 എണ്ണമാണ്. ജില്ലാ ജയിലുകളുടെ എണ്ണം എത്രയാണ്? ജില്ലാ ജയിലുകൾ 13 എണ്ണമാണ്. ഈ കണക്കൊന്ന് ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ഈ കണക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഏതെങ്കിലും കൂട്ടുകാർ നിങ്ങളുടെ തയ്യാറെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് മാത്രം പോരാ, ഷെയർ ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ മാക്സിമം ഒന്ന് ദയവ് ചെയ്ത് ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ചെയ്ത് തന്നെ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യും. അതുകൊണ്ടാണ് ഹൈപ്പ് ചെയ്യാൻ പറയുന്നത്. മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യാനൂടെ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അതുകൊണ്ട് ഒന്ന് കയറി നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു വീഡിയോയുമായിട്ടും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പം ഇതുവരെ ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.